إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 62-ാമത്തെ ആയത്തിന്റെ ക്ലാസ്സിലാണ് നമ്മളുടെ പഠനം എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഈ 62-ാമത്തെ ആയത്തിന്റെ 1-ാമത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ജീവിച്ച ജൂത ക്രൈസ്തവ സ്വാബികളെ കുറിച്ചാണ്, അവരിലുള്ള സത്യവിശ്വാസം സ്വീകരിച്ചിരുന്ന നല്ലവരായ ആളുകളെ കുറിച്ചാണ് ഈ 62-ാമത്തെ ആയത്തിന്റെ പരാമർശമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഈ ആളുകൾക്ക് പ്രതിഫലമുണ്ടായിരിക്കും, അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല, അവർ വ്യസനിക്കുകയില്ല എന്ന് പറഞ്ഞത് അത് 4 വിഭാഗക്കാരായ ആളുകളാണ്. ആ 4 വിഭാഗക്കാരാണ് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈൻ. നിശ്ചയമായും വിശ്വസിച്ചിട്ടുള്ളവരും യഹൂദിയായവരും നസ്വാറാക്കളും സ്വാബികളും, ഇവരാണ് ആ 4 വിഭാഗമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. സഹോദരങ്ങളെ, ഇന്ന് ഈ ആയത്തിന്റെ 2-ാമത്തെ ക്ലാസ്സിൽ ഈ ആയത്തിൽ പറഞ്ഞ അല്ലദീന ആമനു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിശ്വസിച്ചവരായ ആ വിഭാഗം ആളുകൾ ആരാണ് എന്നാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ ആയത്തിൽ അള്ളാഹു വിശ്വസിച്ചവരായ ആളുകൾ, യഹൂദികൾ, നസ്വാറാക്കൾ, സ്വാബികൾ, ഇവരൊക്കെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ, സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അതിനവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ടായിരിക്കുമെന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, വിശ്വസിച്ചവരായ ആളുകളെ പ്രത്യേകം എടുത്തു പറഞ്ഞ ശേഷമാണ് പിന്നെ അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയാണ് എങ്കിൽ എന്ന് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ അല്ലദീന ആമനു, വിശ്വസിച്ചവരായ ഒരു കൂട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, താല്പര്യപ്പെടുന്നത് എന്താണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അഹ്ലുസ് സുന്നത്തിന്റെ പ്രാമാണികരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുന്നത്, ഇവിടെ ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ വിശ്വസിച്ചവരായ ആ ഒരു കൂട്ടർ, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലെ സത്യവിശ്വാസികളായ ആളുകളാണ്. അതായത് പണ്ഡിതന്മാർ പറയുന്നു, ഇവിടെ സത്യവിശ്വാസികൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അത് പരിശുദ്ധ ഖുർആനിന്റെ നിയമസംഹിത അംഗീകരിക്കുന്നവർ എന്നാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലദീന ആമനു, വിശ്വസിച്ചവരായ ഒരു കൂട്ടർ, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ്. ഈ അഭിപ്രായമാണ് പൂർവികരിലേക്ക് ചേർക്കപ്പെട്ട അഭിപ്രായം. പണ്ഡിതന്മാർ ഉറപ്പുവരുത്തിയ റിപ്പോർട്ടുകളെയും സാഹചര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗശൈലിയും മറ്റും പരിശോധിച്ച് പണ്ഡിതന്മാർ നമുക്ക് അറിയിച്ചു തരുന്നത്, ഈ വിഷയത്തിലെ പ്രബലമായ അഭിപ്രായം അത് വിശ്വസിച്ചവരായ ആ ഒരു കൂട്ടർ, അത് ഈ സമുദായത്തിലെ സത്യവിശ്വാസികൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്നാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അന്ത്യപ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദം സന്തതികളിലെ മുഴുവൻ ജനങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചപ്പോൾ ആ പ്രവാചകനിൽ വിശ്വസിക്കേണ്ട ബാധ്യത ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ച എല്ലാ ആളുകളുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യമാണ്. മാത്രമല്ല, ആ പ്രവാചകനെ അനുസരിക്കുകയും അതോടൊപ്പം ആ പ്രവാചകൻ വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. അങ്ങനെ ശരിയായ രൂപത്തിൽ
ഇവിടെ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആ സത്യവിശ്വാസികളെയാണ് യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന് വിളിക്കാറുള്ളത്. കാരണം അവർക്കാണ് സഹോദരങ്ങളെ ശരിയായ ആഴത്തിലുള്ള വിശ്വാസമുള്ളത്. അവർ ഇതിനു മുമ്പ് ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകരെയും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഗൈബിയായ മുഴുവൻ കാര്യങ്ങളും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഈ ആയത്തിൽ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, എന്നാൽ അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവരുടെ പ്രതിഫലമുണ്ടായിരിക്കും. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല, അവർ വ്യസനിക്കുകയുമില്ല എന്നാണ്. അതായത് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങളിൽ മുഴുവൻ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം നയിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഇബ്നു കസീർ റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ്, ഇതേ രൂപത്തിലാണ് അള്ളാഹു അവന്റെ വലിയുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അറിയുക തീർച്ചയായും അള്ളാഹുവിന്റെ മിത്രങ്ങൾ ആരോ അഥവാ വലിയുകൾ ആരാണോ അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ വ്യസനിക്കുകയുമില്ല എന്ന്. ആരാണ് അള്ളാഹുവിന്റെ മിത്രങ്ങൾ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് അവർ എന്ന് സൂറത്ത് യൂനസിലെ 62, 63 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്രകാരം അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളോട് അവരുടെ മരണസമയത്തും ഖബറിൽ വെച്ചുമൊക്കെ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ്, സമാധാനിപ്പിക്കുമെന്നാണ്. നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്ന ആ സ്വർഗത്തെപ്പറ്റി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക എന്ന് മലക്കുകൾ പറയുമെന്നാണ്. ഈ കാര്യം നമുക്ക് സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഈ 62-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ടായിരിക്കും, അവർ ഭയപ്പെടേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച 4 വിഭാഗക്കാരായ ആളുകളാണ്. അതിൽ ഒന്നാമത് പറഞ്ഞത് മുഅ്മിനീങ്ങളാണ്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഈ സമുദായത്തിൽപ്പെട്ട സത്യവിശ്വാസികളാണ്. അവരുടെ സവിശേഷതകളാണ് നമ്മൾ ഇന്ന് ചുരുങ്ങിയ ഈ സമയത്തിനുള്ളിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിലായി മനസ്സിലാക്കിയത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ബാക്കിയുള്ള വിഭാഗക്കാരുണ്ട്, എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്ന് ഇതുപോലെ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.